നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ കെട്ടിപ്പിടിച്ചിരുന്ന അമ്മയും മക്കളും മരിച്ച സംഭവം, അവർ ജീവനൊടുക്കിയ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറി. ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അതിലപ്പുറം സമൂഹത്തിൻ്റെ ചില സമ്മർദ്ദങ്ങൾ. അവർ വിശ്വസിച്ച സഭ അവരെ ചതിച്ചു. ഭർത്താവിൻ്റെ കൊടും ക്രൂരതകൾ സഹിച്ചു നിന്ന ഷൈനി എന്ന യുവതി, അവൾ ഭർത്താവിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു. പത്തരമാറ്റ് പെണ്ണാണതെന്നാണ് അയൽക്കാർ പച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിട്ടും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കുന്നില്ല. ഷൈനിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാത്രമാണ് അയൽക്കാർക്ക് ഉച്ചത്തിൽ പറയാനുള്ളത്. അവൾ പാവം പെണ്ണാണ്. വളരെ പതുക്കെ അവൾ സംസാരിക്കൂ. എത്ര മർദ്ദിച്ചാലും എത്ര പീഡനങ്ങൾക്ക് വിധേയയാക്കിയാലും അവളൊന്നും സംസാരിക്കില്ല. അവളുടെ മാലാഖക്കുട്ടികളെപ്പോലെ 2 പെൺകുഞ്ഞുങ്ങൾ, അവരായിരുന്നു ഉറക്കെ കരഞ്ഞിരുന്നത്. എല്ലാം സഹിച്ച് പിടിച്ചു നിന്നത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെല്ലാം നോബി അവളെ ഉപദ്രവിക്കുമായിരുന്നു. 3 മാസം ഷിപ്പിലാണ് അവൻ്റെ ജോലി. പിന്നീട് അവധിക്ക് നാട്ടിൽ വന്നാൽ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി മദ്യപാനം. വീട്ടിൽ വന്നാൽ ഷൈനിയെ ഉപദ്രവിക്കൽ. 43-കാരിയായ ഷൈനി ഒരു ജീവിതം മുഴുവൻ അനുഭവിച്ചു. മദ്യപിച്ചു കഴിഞ്ഞാൽ നോബി മറ്റൊരു മനുഷ്യനാണ്. ഷൈനിയുടെ കഴുത്തിനവൻ കുത്തിപ്പിടിക്കും. വളരെ മൃഗീയമായി അവളെ മർദ്ദിക്കും. എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയും. നോബി ആ പെണ്ണിൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ആ അമ്മയുടെയും 2 പെൺകുട്ടികളുടെയും ശവസംസ്കാര ചടങ്ങിൽ നമ്മൾ കണ്ടത്. ഒരൊറ്റ നാട്ടുകാർ ആ വീട്ടിലേക്ക് കടന്നു ചെന്നില്ല. എന്നാൽ പള്ളിയിലും വീട്ടിലുമൊക്കെ നിറഞ്ഞു നിന്ന ചില പുരോഹിതന്മാരും കന്യാസ്ത്രീകളും. ഇവർക്കൊക്കെ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ചില വിശ്വാസികൾ. ഷൈനി എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നാണ് അയൽക്കാർ ചോദിക്കുന്നത്. 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് അവൾ ട്രെയിനിന് മുന്നിലേക്ക് നടന്നു ചെല്ലുന്ന ആ കാഴ്ച, ലോക്കോ പൈലറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് പിടയ്ക്കും. നിർത്താതെ ഹോണടിച്ചു. പക്ഷേ ആ അമ്മയും മക്കളും മാറാതെ പാളത്തിൽ തന്നെ ഉറച്ചു നിന്നു. 3 പേരാണ് പാളത്തിലുള്ളത്. സാധാരണ ഒരു ട്രെയിൻ നമുക്കരികിലൂടെ കടന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പോലും വിറച്ചു പോകും. പാളം കിടുകിട വിറയ്ക്കും. ഉച്ചത്തിലുള്ള ഹോൺ കൂടിയാകുമ്പോൾ എങ്ങനെ ആ മാതാവ് പിടിച്ചു നിന്നു. ആ പെൺകുട്ടികൾ എത്രമാത്രം അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് അമ്മയെ കെട്ടിപ്പിടിച്ച് മാലാഖ കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ആ 2 പെൺകുട്ടികൾ പാളത്തിൽ നിൽപ്പുറപ്പിച്ചത്. ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവളെ അവഹേളിക്കുക നോബിക്കൊരു സ്ഥിരം ശൈലി. നോബിക്കൊപ്പം അവൻ്റെ സഹോദരൻ ബോബിയും അവളെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിലെ ചില അസ്വസ്ഥതകൾ മാത്രമായിരുന്നില്ല, നോബിയുടെ പെരുമാറ്റം തന്നെയായിരുന്നു ഷൈനിയുടെ ജീവിതം തകർത്തത്. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അവളോട് സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള കുടുംബത്തിൽ നിന്നല്ലേ നീ കയറി വന്നത് എന്ന് തുടങ്ങി ആക്ഷേപിക്കുന്ന വാക്കുകൾ. നീ ജോലിക്കൊന്നും പോയി പിഴയ്ക്കേണ്ട, ഇവിടെ തന്നെ അങ്ങ് തുടര് എന്നായിരുന്നു നോബിയുടെ കൽപ്പന. 9 വർഷത്തോളം ആ വീട്ടിൽ അടയ്ക്കപ്പെട്ടു ഷൈനി. നോബി തന്നെയാണ് ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് അവളെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാൻ ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ടത്. പിന്നീട് മകനെ കൊണ്ട് ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിച്ചതിൻ്റെ ദുരൂഹതകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഷൈനി ഇടയ്ക്ക് UK പോകാൻ ആഗ്രഹിച്ചു. BSc നേഴ്സിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ IELTS എടുത്ത് നേരെ UK പോവുക, ജീവിതമൊന്ന് രക്ഷപ്പെടുത്തുക, 2 പെൺകുട്ടികളെയും അവരുടെ കരിയറുമൊക്കെ രക്ഷപ്പെടുക. എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ കേസ് കൊടുപ്പിച്ച് ആ യാത്ര തടയുകയായിരുന്നു ഫാദർ ബോബിയുടെ ഉദ്ദേശം. അവൾ ആകെ തകർന്നു. 2 പെൺമക്കളുമായി അവൾ വീട് വിട്ടിറങ്ങി നേരെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് നോബിയും കുടുംബവും അവളെ നിഷ്ഠൂരം വേട്ടയാടി. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരണാനന്തര ചടങ്ങുകൾക്കായി ആ പള്ളിയിലേക്ക് 3 മൃതദേഹം എത്തിച്ചപ്പോൾ സങ്കടക്കടലായി മാറി ആ നാട്. അവർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചത് സഭയുടെ നിലപാടിനെതിരെ. എന്തുകൊണ്ട് യുവതിയെയും മക്കളെയും ഏറ്റുമാനൂരിലെ പള്ളിയിൽ അടക്കം ചെയ്തില്ല? പകരം ചുങ്കത്തേക്ക് കൊണ്ടുവരാൻ ആരൊക്കെയാണ് മുൻകൈയെടുത്തത്? ഭർത്തൃവീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു എന്നത് മാത്രമാണ് പള്ളിക്കാർക്കുള്ള ന്യായീകരണം. എന്നാൽ 9 മാസമായി ഒരു ഇടവകയിൽ നിന്ന് മാറി നിന്നാൽ പിന്നീട് ആ പള്ളിയിൽ സംസ്കരിക്കണമെങ്കിൽ അരമനയുടെ അംഗീകാരം വേണം. ഇതൊക്കെ ഇരിക്കെ എന്തുകൊണ്ടാണ് സഭ ഏറ്റുമാനൂരിൽ ആ യുവതിയെയും പെൺമക്കളെയും സംസ്കരിക്കാതെ നേരെ ചുങ്കത്തേക്ക് കൊണ്ടുവന്നത്? അമ്മയെയും സഹോദരിമാരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന എഡ്വിൻ, അവൻ്റെ മുഖവും സങ്കടവുമാണ് നാട്ടുകാർക്കുള്ളിൽ. ഇടയ്ക്കവൻ നോബിയോട് പോലും കയർക്കുന്നു.
ആ കൊച്ചുമകന് കാര്യങ്ങൾ പിടികിട്ടിയെന്നാണ് അയൽക്കാർ കരുതുന്നത്. അവനെ അക്ഷരാർത്ഥത്തിൽ പിതാവും അവൻ്റെ ബന്ധുക്കളും ചേർന്ന് ചതിക്കുകയായിരുന്നു. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിലായിരുന്നു സംസ്കാരം. ഷൈനിയുടെ നാട്ടിൽ തന്നെ സംസ്കാരം നടത്താനായിരുന്നു ആദ്യം ഷൈനിയുടെ വീട്ടുകാർ തീരുമാനിച്ചത്. എന്നാൽ മകൻ എഡ്വിനെ കൊണ്ട് നോബി നന്നായി ഒന്ന് കളിച്ചു. നേരെ പോലീസിൽ കൊണ്ടുപോയി മകനെ കൊണ്ടൊരു പരാതി കൊടുത്തു. അതിന് കൂട്ടുനിന്നത് സഭയാണ് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. ഓസ്ട്രേലിയയിൽ പുരോഹിതനായിരിക്കുന്ന ഫാദർ ബോബി അത്ര നിസ്സാരക്കാരനല്ല. ബോബിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അയൽക്കാർ പച്ചയ്ക്ക് തുറന്നു പറയുമ്പോൾ ഇയാളൊരു പുരോഹിതനാണോ എന്ന് നമ്മൾ പോലും ചോദിച്ചു പോകും. ഏറ്റുമാനൂരിലേക്ക് ഷൈനിയുടെയും പെൺമക്കളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി എത്തിയ 3 ആംബുലൻസുകൾ. ആ ആംബുലൻസുകൾക്കൊപ്പം ഒരു കാറിൽ നോബിയും ഉണ്ടായിരുന്നു. എന്നാൽ ഷൈനിയുടെ വീടിനുള്ളിലേക്ക് കടക്കാൻ അവന് കഴിഞ്ഞില്ല. അവനെ നാട്ടുകാർ കൂകി വിളിച്ചു. കൊണ്ടുപോയി തിന്നട എന്നൊക്കെയാണ് നാട്ടുകാർ പച്ചയ്ക്ക് അവനോട് പറഞ്ഞത്. ഒടുവിൽ ഭയന്ന് കാറിലിരുന്നു. പിന്നീട് പോലീസാണ് ആ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി വെച്ചത്. മൃതദേഹം കൊണ്ടുപോകാനായി പുറത്തെടുത്തപ്പോൾ നോബി പുറത്തിറങ്ങി, അതും പോലീസിൻ്റെ സഹായത്തോടെ. പോലീസും സഭയുമൊക്കെ കൂട്ടുചേർന്ന് ആ മൃതദേഹങ്ങൾ ആ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയായിരുന്നില്ല. അതൊക്കെ കേരളത്തെ അത്രയധികം ബാധിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകൾ. സൈബറിടങ്ങളിൽ ഈ വിഷയം സജീവമായി ചർച്ചയായതോടെ വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ പോലീസ് തലത്തിലും ശക്തമായിരിക്കുന്നു. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ സംബന്ധിച്ച് വിശദമായി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃവീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്ന നാട്ടുകാരുടെ മൊഴി. നിരവധി ആക്ഷേപങ്ങളാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അയൽക്കാരും നാട്ടുകാരുമൊക്കെ പറഞ്ഞ ഈ മൊഴികൾ പൂർണ്ണമായി രേഖപ്പെടുത്തി ഭർത്തൃവീട്ടുകാർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ഇവിടെ സ്ത്രീ പീഡനത്തിനെതിരെ കേസെടുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആത്മഹത്യയുടെ പേരിൽ നോബി അഴിയണ്ണും. ഭർത്താവിൻ്റെ നിരന്തര മർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് അയൽക്കാർ ഒച്ച സ്വരത്തിൽ പറയുന്നു. ഏതെങ്കിലും തലത്തിൽ ഒരു ജോലി നേടി കുടുംബത്തെ പോറ്റാൻ അവൾ ശ്രമിച്ചു. എന്നാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ. ഇതോടെ ആത്മഹത്യയിലേക്ക് അമ്മയും മക്കളും നടന്നു നീങ്ങി. ജീവിതത്തിൽ കഠിനമായി പോരാടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തലത്തിലൊരു ജോലി നേടി കുഞ്ഞുങ്ങളെ നോക്കണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. കുടുംബ വഴക്കിൽ മകനെ കരുവാക്കിയതോടെ അവൾ ആകെ തകർന്നു. മകനെ കൊണ്ടുതന്നെ അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിച്ച അവസ്ഥ. 2 പെൺകുട്ടികൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു ജോലി നേടി ആ പെൺകുട്ടികളുടെ കാര്യം നോക്കണമെന്ന് ഷൈനി ഉറപ്പിച്ചു. എന്നാൽ ബോബി എന്ന പുരോഹിതന്റെ ഇടപെടലുകൾ എല്ലാം തകർത്തു. കാരിത്താസിലടക്കം ജോലി ലഭിക്കുമെന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടും എല്ലാം തടയിട്ടത് അയാൾ. മക്കളുടെ പഠനത്തിന് ചിലവുകൾ കണ്ടെത്തണം. ഷൈനിയുടെ വീട്ടുകാർക്കുള്ള കൃഷിഭൂമി, അവിടെ അവൾ പന്നിയും കോഴിയുമൊക്കെ വളർത്തി വാഴക്കൃഷി നടത്തി. വാഴക്കുല വെട്ടിയെടുത്ത് തലയിൽ ചുമന്ന് ചന്തയിൽ വരെ അവൾ ചെന്നു. മീൻ കൃഷി അടക്കം പലതും പയറ്റി നോക്കി. പക്ഷേ അതിലൊന്നും അത്ര കണ്ട് വിജയിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തളർന്നു പോവാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. വളരെ വേണ്ടപ്പെട്ടവരോടൊക്കെ തൻ്റെ ദുരവസ്ഥ പറഞ്ഞു. ഏതെങ്കിലും തലത്തിൽ ഒരു ജോലി നേടാൻ സഹായിക്കണമെന്നായിരുന്നു വേണ്ടപ്പെട്ടവരോടൊക്കെ അവൾ പറഞ്ഞത്. സഭാതലത്തിൽ നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായില്ല. കാരണം നോബിയുടെ സഹോദരൻ ഒരു പുരോഹിതനാണ്, അതും ഓസ്ട്രേലിയയിൽ സേവനമനുഷ്ഠിക്കുന്ന പുരോഹിതൻ. ബോബിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കോട്ടയം രൂപതയിലെ മുഖ്യ കാർമ്മികന്മാർ. ബോബിയെ പിണക്കി ഷൈനിയെ സഹായിക്കുക സഭയ്ക്ക് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഭ ഷൈനി എന്ന യുവതിയെയും മക്കളെയും കൈയൊഴിഞ്ഞു. പകരം ബോബിയുടെ ആ പക അത് വീട്ടാൻ കഴിഞ്ഞു. BSc നേഴ്സായിരുന്ന ഷൈനിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വെറും വീട്ടുജോലിക്കായിരുന്നുവെന്ന് തെളിയിക്കുന്ന ആദ്യ കാലഘട്ടം. നീണ്ട 9 വർഷം അവളെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. കുറ്റവാളി എന്ന് പറഞ്ഞ് സമൂഹം കൈചൂണ്ടുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലിനെതിരെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി നിരവധി ആക്ഷേപങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എന്നിട്ടും സഭ എന്തുകൊണ്ട് ഇപ്പോഴും മൗനം പൂണ്ടു നിൽക്കുന്നു? ഈ വൈദികനെതിരെ ഓസ്ട്രേലിയയിലെ ചർച്ചിന് പോലും നിരവധി പരാതികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അയാളെ ലോഹയൂരി ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കണമെന്ന് പലരും പറയുന്നു. നേരത്തെ സെമിനാരിയിൽ ചേർന്നു, സെമിനാരിയിൽ നിന്ന് ചാടി വിവാഹ പരസ്യം നൽകി വിവാഹത്തിന് ശ്രമിച്ചു. ഒടുവിൽ പെണ്ണിനെ കിട്ടാതായപ്പോൾ നേരെ സെമിനാരിയിലേക്ക് മടക്കിവിട്ടു. ഇതാണ് ബോബി ചിറയിലിൻ്റെ ഹിസ്റ്ററി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 5:20 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിലേക്ക് ഒരമ്മയും 2 പെൺമക്കളും നടന്നു വരുന്നത് ലോക്കോ പൈലറ്റിൻ്റെ കണ്ണിൽപ്പെട്ടു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അതെന്ന് ലോക്കോ പൈലറ്റ്.
തുടർച്ചയായി ഹോണടിച്ചിട്ടും അവർ പാളത്തിൽ നിന്ന് മാറിയില്ല. BSc നഴ്സിംഗ് പാസ്സായ ഷൈനിയെപ്പോലൊരു യുവതിയെ വിവാഹം കഴിച്ചിട്ട് എന്തുകൊണ്ട് അവളെ ഒരു ജോലിക്കായി അയച്ചില്ല? ഭാര്യ ജോലിക്ക് പോകേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാണ് ഇത്രയും പഠിത്തമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്? ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ അവളെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഷൈനിക്കും മക്കൾക്കും വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്ത സഭയും പട്ടക്കാരുമൊക്കെ ഇന്നലെ കളത്തിലിറങ്ങിയത് യഥാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന സംഭവമാണ്. എന്തിനാണ് ഈ പ്രഹസനം? ഇനി നോബിയുടെ വീട്ടുകാർ അവൾക്കും 2 പെൺമക്കൾക്കുമൊക്കെ ഒപ്പീസ് ചൊല്ലുന്നത് പോലും ഈ നാട് കണ്ടു നിൽക്കേണ്ട ഗതികേട്. നോബി മാത്രമല്ല, നോബിയുടെ അമ്മയടക്കമുള്ളവർക്ക് ഈ ക്രൂരകൃത്യത്തിൽ പങ്കുണ്ടെന്ന് അയൽക്കാർ പച്ചയ്ക്ക് പറയുന്നു. ഇപ്പോഴും ഒരൊറ്റ അയൽക്കാരൻ പോലും അവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഓസ്ട്രേലിയയിലുള്ള ബിനു തുരുത്തിയിൽ ഇന്ന് ഫേസ്ബുക്കിൽ മറ്റൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ശരിക്കും മനുഷ്യവികാരം ഒപ്പിയെടുത്ത ഒരു കുറിപ്പ്. ആ കുറിപ്പിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ: നരഭോജികൾ എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. മനുഷ്യമാംസം ഭക്ഷിക്കുന്നവർ എന്നാണ് ലളിതമായി പറഞ്ഞാൽ. പാഴ്സി സമൂഹം അവരുടെ ഒരു സമുദായാംഗം മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കും. കഴുകന്മാർ വസിക്കുന്ന കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മൃതശരീരം വെച്ചാൽ മതി, അവറ്റകൾ വന്ന് കൊത്തിയെടുത്തു കൊണ്ടുപോകും. ഇന്നലെ കേരളവും കണ്ടു ഒരു കൊത്തിയെടുക്കൽ. വലം കാലുവെച്ച് കടന്നു കയറിയ ഭർത്തൃഗ്രഹത്തിൽ ജീവിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഒരു സ്ത്രീയും അവരുടെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളും അവിടെ നിന്നിറങ്ങി സ്വന്തം എന്ന് വിശ്വസിച്ചിരുന്ന വീട്ടിലേക്ക് വന്നു. ജീവിതത്തോട് യുദ്ധം ചെയ്തു നോക്കി. ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കാൻ ആ സ്ത്രീയുടെ ആത്മാഭിമാനം അനുവദിച്ചില്ല. മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ അല്ലെങ്കിൽ അടച്ചപ്പോൾ അവർ യുദ്ധം അവസാനിപ്പിച്ചു. വളർന്നു വരുന്ന 2 കുട്ടികളെയും ആരുടെയും കരുണയുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കാതെ അവൾ കൊണ്ടുപോയി. പിന്നെ ഉള്ളത് ചിതറിത്തെറിച്ച മാംസപിണ്ഡങ്ങൾ, അടുക്കി വെച്ചിരിക്കുന്ന 3 പെട്ടികൾ. അത് കൊത്തിയെടുത്തും വിജയിക്കാനായിരുന്നു ചില കഴുകന്മാരുടെ തീരുമാനം. കാരിത്താസ് പള്ളിയിൽ സംസ്കാരം നടത്തും എന്ന് ചുങ്കം പള്ളിയിലെയും കാരിത്താസ് പള്ളിയിലെയും വൈദികർ ആദ്യം അറിയിച്ചെങ്കിലും കഴുകന്മാർ ആ പെട്ടികൾക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നു. ഏറ്റുമാനൂർ പോലീസിൽ ആ മൃതദേഹങ്ങൾക്ക് വേണ്ടി പരാതി കൊടുത്തു. സ്വന്തം മകളെയോ കൊച്ചുമക്കളെയോ സംരക്ഷിക്കാനാകാത്ത ആ കുടുംബം ആ ശരീരങ്ങളും വിട്ടുകൊടുത്തു. കാക്കിയിട്ടവർ ശവപ്പെട്ടി ചുമക്കുന്നതും കേരളം കണ്ടു. 3 മാസങ്ങൾക്ക് മേൽ ഇടവക മാറി നിൽക്കുന്നവരുടെ ഇടവക അംഗത്വം നഷ്ടപ്പെടും എന്ന തിരുവെഴുത്തും അവിടെ പൂർത്തിയാക്കിയില്ല. കാരണം ഇത് ചില കഴുകന്മാരുടെ വാശിയായിരുന്നു. ഈ പടി ചവിട്ടി ഇറങ്ങിയ നീയും കുട്ടികളും തിരികെ ഇവിടെ തന്നെ വരും എന്ന കൽപ്പന അവർ അവിടെ പോലീസിൻ്റെ കയ്യാൽ പൂർത്തിയാക്കി. സ്വന്തം മക്കളെ വെച്ച് കുടുംബ പ്രശ്നങ്ങളിൽ വിജയിക്കാൻ നോക്കിയവർ ജനങ്ങളെ ഭയന്ന് പള്ളിയിൽ പോലും പോകാതെ വീട്ടിലിരുന്നു. ഭാവിയിൽ ഈ വിഷയത്തിലുണ്ടാകുന്ന പരാതികളിൽ സ്വന്തം ഭർത്താവിൻ്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തിയതിനാൽ കേട്ടതെല്ലാം പൊയ്യാണെന്ന് പറയാൻ വലിയ കഴുകന് സാധിക്കും. സിഡ്നിയിൽ നിന്നും സിംഗപ്പൂർ വരെ പറന്നപ്പോഴാണ് നാട്ടിലെ അവസ്ഥ അത്ര സുരക്ഷിതമല്ല എന്ന് ആരോ പറഞ്ഞ് തിരികെ പറഞ്ഞത്. ഇനി ഒരു വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും കൂടി നടത്തിയാൽ ഇപ്പോൾ എതിർത്തവരിൽ പാതിയും കൈകൾ മുത്തി ഹല്ലേലൂയ വിളിക്കും എന്നറിയാത്തവരല്ല ഇവർ. അങ്ങനെ കോട്ടയം രൂപതയുടെ ആത്മീയ അധികാരികളുടെ സുവർണ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. പോലീസും പടവും കൂതാശകളും വെച്ച് വിലപേശുന്നവർ നാളെയും വരും. നന്മയുടെയും സഹനത്തിൻ്റെയും പ്രഘോഷണങ്ങളുമായി ശതാബ്ദി വർഷത്തിൽ തുറക്കപ്പെടുന്ന നന്മയുടെ വാതിലുകൾ ഇടയന്മാർ അജയ്യരായി നടന്നു കയറട്ടെ. ധ്യാനഗുരു പറഞ്ഞതുപോലെ ആത്മീയ നേതാക്കളുടെ തെറ്റുകൾ വിശ്വാസികളായ നമുക്ക് കരിമ്പടം കൊണ്ട് മൂടി സഭയെ രക്ഷിക്കാം. മൃതശരീരങ്ങൾ കഴുകന്മാർ കൊത്തിവലിക്കട്ടെ. ഇതൊന്നും കാണാതെ റൂമിൽ ഒരാൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നുണ്ടെങ്കിലും കുരിശിൽ കിടക്കുന്നവൻ ഇതെല്ലാം കാണുമെന്ന് കരുതാം. അതല്ലേ വിശ്വാസം? ഹല്ലേലൂയ. ഈ വാർത്തയുടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ചില ആശ്വാസം നമുക്ക് തോന്നും. സിഡ്നിയിൽ നിന്ന് സിംഗപ്പൂർ വരെ എത്തിയ മറ്റൊരു കഴുകൻ. ജനങ്ങളെ ഭയന്ന് അയാൾ തിരികെ പോയി എന്ന വാർത്ത. പാതിരിക്ക് പകയുണ്ടായാൽ അതാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് അയൽക്കാർ പറയുന്നു. 43 വയസ്സുകാരിയായ ഷൈനി എന്ന യുവതിയെയും 2 മാലാഖ കുഞ്ഞുങ്ങളെയും കൊലയ്ക്ക് കൊടുത്ത ഒരു പാതിരിയെ സംരക്ഷിക്കാൻ എന്തിന് മറ്റു പാതിരിമാർ വട്ടമിട്ട് പറഞ്ഞു? എന്തിന് സഭ ഈ തെറ്റുകൾക്ക് മേൽ കരിമ്പടം ചാർത്തി? കേരള പോലീസ് ആംബുലൻസിലേക്ക് ആ 3 മൃതദേഹങ്ങൾ കയറ്റി വേട്ടക്കാരുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ദയനീയ കാഴ്ച. അതൊന്നും കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് പച്ചയ്ക്ക് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ അലിഞ്ഞില്ലാതാകും, ഓർമ്മകൾ പോലും. എന്നാൽ ഈ ക്രൂരത ജ്ഞാനായ സഭയുടെ മേൽ കരിമഷിയായി പടർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.